ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പക്കവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൈദമാവ് കുറച്ച് കലക്കി വെച്ചത് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 സ്പൂണ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് 7 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇനി വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കിന് ഇന്നെന്തുണ്ടാക്കുക എന്നുള്ള ചിന്തയായിട്ടു. മറ്റേത് നമുക്ക് പിന്നെ വൈകുന്നേരത്തിന് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. രാവിലെ എന്തുണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ അത് നോമ്പ് തുടങ്ങാനായി വരുമ്പോൾ നമുക്ക് പിന്നെ അപ്പോഴത്തെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ മടിയായി വരും കേട്ടോ. പിന്നെ നോമ്പിന് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റിലായിരിക്കും. അപ്പം നോമ്പ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അടുത്ത കഥ ഇതായിരിക്കും കേട്ടോ, എന്തുണ്ടാക്കും വൈകുന്നേരത്തേക്ക് എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പിന്നെ പക്കവട ഉണ്ടാക്കാം. അങ്ങനെ പക്കവട ഉണ്ടാക്കാൻ മാവൊക്കെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ നല്ല മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഞാൻ തക്കാളി പിന്നെ മീൻകറി വെക്കാനുള്ള തക്കാളി ഒരു തുണ്ട് പിന്നെ ഉള്ളിയും കൂടെ അതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തുണ്ട് ഉള്ളി ഞാൻ വാട്ടിയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ബാക്കി കൂടി തക്കാളി അടിച്ചെടുക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ടാണ് മഴ പെയ്യുന്നത്. 3 മണിയാകുമ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. എന്താ 1 മണിക്കൂറിൻ്റെ അടുത്ത് നിന്ന് പെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫെബ്രുവരിയിലൊന്നും മഴ പെയ്ത കാലമേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇടയ്ക്കുള്ളതിനും മഴ ഫെബ്രുവരിയിലൊന്നും മഴ ഉണ്ടാവാറില്ലല്ലോ. ഏപ്രിൽ മെയ്യിലൊക്കെ ആണെങ്കിൽ ഒന്നൊക്കെ അങ്ങനെ പെയ്തു പോകുകയെന്നല്ലാണ്ട് ഫെബ്രുവരിയിലൊക്കെ അത് ആദ്യമായിട്ടാണ് കേട്ടോ മഴ പെയ്യുന്നത്. അപ്പോൾ പക്കവടയൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പക്കവടയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻകറി ആദ്യമേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരക്കാതെ അങ്ങനെ കറി വെക്കാൻ വെച്ചിട്ട് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും തേങ്ങ കറി കൂട്ടിയാൽ പറഞ്ഞിട്ട്. അപ്പോൾ കറി പെലച്ചക്ക് ഈ കറി തന്നെ എടുക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ വത്തക്ക ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ വീട്ടുകളിലൊക്കെ എന്താ കടി എന്താ രാവിലെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയട്ടോ നമ്മുടെ ദേശീയ അപ്പമാണ്. എൻ്റെ ആങ്ങളൊക്കെ പറയും നമ്മളെ ദേശീയ അപ്പമാണ്, എന്നും ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ മീൻകറിക്ക് ഈ അപ്പമാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇന്ന് അരി പൊടിച്ച മാവ് കൊണ്ടാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് മീൻകറിക്ക് ദോശ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. പിന്നെ നാളത്തെ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം, ഷെയർ ചെയ്യാൻ മാത്രം കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വീട്ടിൽ നടക്കുന്ന വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ.